പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ 4 പൈസ കൂട്ടി. എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ. ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ. ഭാരത മാതാക്കി ജയ്. അതും ഇതുമായിട്ട് എന്താ ബന്ധം? താനല്ലേ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറയാ. കേന്ദ്രക്കനുസരിച്ച് കൊച്ചിയിൽ പെട്രോളിന് ലിറ്ററിന് 108 രൂപ 62 പൈസയായി. മാസം കഴിയുമ്പോ 50 രൂപയ്ക്ക് ഡീസൽ കിട്ടുമ്പോ 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമ്പോ ഓട്ടോറിക്ഷക്കാരന് ജനങ്ങൾ അങ്ങനെയാണെന്ന് പറഞ്ഞത്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. വില ലിറ്ററിന് 97 രൂപ 55 പൈസയായി. CNG വിലയും കിലോയ്ക്ക് 2 രൂപ കൂട്ടി. എന്ത് വന്നാലും നീ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഇതാണോടാ നോക്കി നിന്നോളാമെന്നാണോ നീ പറഞ്ഞത്? പെട്രോളിന്റെ വില കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൽ ചെറിയ എന്തെങ്കിലും എമൗണ്ട് കൂട്ടിയിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അത് ടോട്ടലായിട്ട് വർധന ഉണ്ടാവുന്നില്ലല്ലോ, വില കുറയുകയാണ് ചെയ്യുന്നത്. എന്തൊരു അറിവാ നിനക്ക്. കൈരളി ടിവിയിൽ അശ്വമേധം നടത്താൻ ക്ഷണിച്ചതാ, ഞാൻ പോയില്ല, വേറെ പണിയില്ലേ. സത്യം സത്യം. പുറമേക്കുള്ള ഗൗരവൊന്നും കണക്കിലെടുക്കണ്ട, എന്നെ പോലെ തന്നെയാ. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നതിനെ തുടർന്ന് ഇന്ധനവില കൂട്ടാതെ മാർഗ്ഗമില്ലെന്ന നിലപാടിലായിരുന്നു എണ്ണക്കമ്പനികൾ. ആദ്യപടിയായി പ്രീമിയം പെട്രോളിന്റെയും ഡീസലിന്റെയും വില കഴിഞ്ഞ ആഴ്ച തന്നെ കൂട്ടിയിരുന്നു. അതുകൊണ്ടാണ് പെട്രോളിന്റെ വില കൂട്ടി വെച്ചിരിക്കുന്നത്. നമുക്ക് പാവപ്പെട്ടവൻ 67% ആൾക്കാർക്ക് കക്കൂസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ പൈസ അവിടെ ആവശ്യമുണ്ട്. ആ പൈസ എവിടുന്നാ കളക്ട് ചെയ്യാൻ പോണത്? ആ പൈസ എവിടുന്നേലും പിരിക്കണ്ടേ? ഈ മൂഷിക ഭരണം കാരണം മുടിഞ്ഞ് കുത്തുപാടെടുക്കേണ്ട ലക്ഷണം. 24 രൂപയും ഡീസലിന് 30 രൂപയും നഷ്ടത്തിലാണ് വിൽക്കുന്നതെന്നാണ് എണ്ണക്കമ്പനികളുടെ വാദം. 2022 ഏപ്രിലിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്ധനവില കൂടുന്നത്. പെട്രോൾ ഉപയോഗിക്കുന്ന ആരാ? വണ്ടിയുള്ള ആള്. വണ്ടിയുള്ള ആൾ ഏതായാലും പട്ടിണി കിടക്കുന്ന ആളല്ല. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. വില ഉയർന്നതോടെ ബസ്, ഓട്ടോ, ടാക്സി നിരക്കുകൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. ലോറി വാടക കൂടിയാൽ സാധനങ്ങളുടെ വിലയും കൂടും. ഇന്നിപ്പോ തിരുവ് എത്രയാണ് കൂട്ടിയത്? ആ ടോട്ടൽ വില കൂടുന്നില്ല. അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ ആ അന്താരാഷ്ട്ര വിപണിയിലെ കുറവിന്റെ ഒരംശമാണ് കൂട്ടുന്നതുള്ളൂ. ആ അന്താരാഷ്ട്ര വിപണിയിൽ അത്രയും തന്നെ കൂട്ടുന്നില്ല. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം, പിന്നെ എന്റെ മക സെക്സ്വാലിറ്റി വേണം. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? ഇതെല്ലാം നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.